കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത കേസിനെ തുടർന്നെടുക്കുന്ന നിലപാടുകൾ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ വല്ലാതായി ബാധിക്കുന്നതും യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിന്റെ പൊതുവായ ഒരു സമീപനം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളതുമായ പ്രശ്നമാണ് പറയാനാണ്. നിങ്ങൾക്കറിയാം, ഈ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള പണം അത് നമുക്ക് കിട്ടാനുള്ള ടാക്സിന്റെ വിഹിതമായാലും സംസ്ഥാനത്തിന് അവകാശപ്പെട്ടിട്ടുള്ള വിവിധ CSS സ്കീം വഴിയുള്ള പണമായാലും പിന്നീട് ചെറിയൊരു ശതമാനം നമ്മുടെ ആകെ ബഡ്ജറ്റിന്റെ ഒരു ഭാഗം കടപരിധിയിൽപ്പെട്ട് അതിനകത്ത് കടമെടുക്കുന്ന പണമടക്കമാണ് സംസ്ഥാനത്തിന്റെ സാധാരണഗതിയിലുള്ള വരുമാനത്തിന്റെ സോഴ്സസ്. അതിനെ വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJP ഗവൺമെന്റ് നിലപാട് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ തന്നുകൊണ്ടിരുന്ന നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന സംസ്ഥാനത്തിന്റെ പ്രതിവർഷം കിട്ടുന്ന നികുതിയുടെ ഡിവിസിബിൾ പൂളിന്റെ നേരത്തെ തന്നുകൊണ്ടിരുന്നതിന്റെ പകുതിയെ ഇപ്പൊ തരത്തുള്ളൂ. അത് മാത്രം കഴിഞ്ഞ വർഷം 18,000 കോടി രൂപയുടെ നഷ്ടമാണ്, ഈ വർഷം 21,000 കോടിയുടെ നഷ്ടമാണ്. ഇങ്ങനെ വരുന്ന നഷ്ടം യഥാർത്ഥത്തിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് വെട്ടിക്കുറച്ചാണ്. ഇങ്ങനെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ GST വന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ നഷ്ടങ്ങള്, GST മാത്രമല്ല മറ്റ് ഈ RD ഗ്രാന്റിൽ വന്ന കുറവ്, ഇങ്ങനെ പല കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായിട്ട് പല കാര്യങ്ങളിലും നമുക്ക് ലഭിക്കേണ്ട പണം ലഭിക്കാത്ത പ്രശ്നം വന്നു. അതിനെ തുടർന്നിട്ട് ഭരണപരമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭ 2 പ്രാവശ്യം പ്രമേയം പാസാക്കി. കേന്ദ്ര ഗവൺമെന്റിനടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാനും ഈ കാര്യങ്ങൾ പലതവണ റിപ്രസെന്റ് ചെയ്തു, കത്തുകൾ കൊടുത്തു. ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ചുള്ള നിയമപരമായ ഭരണഘടനാപരമായ ഒരു അവകാശം എന്ന നിലയിലേക്ക് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഭരണഘടനാപരമായിട്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ടതാണ്. ഇതിനൊപ്പം രാഷ്ട്രീയമായ കാര്യങ്ങൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാംഗങ്ങളും ചേർന്ന് നടത്തിയ സമരം, 8-ാം തീയതി നടന്ന സമരം എനിക്കറിയാം. ഇത് കേവലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രം നടത്തുന്ന കാര്യമല്ല. കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കർണാടകത്തിൽ ഇതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കർണാടകത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാംഗങ്ങളും ഡൽഹിയിൽ സമരം നടത്തുകയുണ്ടായി. ബംഗാളിലെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ അവിടെ വലിയ സമരം നടന്നു. നമ്മൾ നടത്തിയ സമരത്തിനകത്ത് കാശ്മീരിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഡൽഹിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, മേഘാലയ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും പിന്തുണയൊക്കെ കിട്ടി. ഞാനത് പറഞ്ഞത് ഇത്തരം ഒരു കാര്യം യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയിലാണ് എന്നുള്ളതുകൊണ്ട് പറഞ്ഞ ഈ പശ്ചാത്തലം അറിയുന്നവരാണ് നിങ്ങളെല്ലാവരും. ഞാനൊന്ന് ആ പശ്ചാത്തലം ഓർമ്മിച്ചാണ്. ഭരണഘടനാപരമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിനകത്ത് ഒരു ഇന്റർവ്യൂ ഇടക്കാലം അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ഉത്തരവിനെ പറ്റി നേരത്തെ പറഞ്ഞു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, സംസ്ഥാനത്തിന് എപ്പോഴും ലിക്വിഡിറ്റി ഏത് സംസ്ഥാനമായാലും ഒരു സ്ഥാപനമായാലും വ്യക്തിയായാലും ഒക്കെ അവർക്ക് സമയാസമയങ്ങളിൽ കിട്ടേണ്ട പണം സമയത്ത് കിട്ടണം. ഇന്ന് കിട്ടേണ്ട പണം അടുത്ത വർഷം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ മാസം കിട്ടേണ്ടത് ഈ മാസം കിട്ടണം, അടുത്ത മാസം കിട്ടണം, അടുത്ത മാസം കിട്ടണം. ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി ഇഷ്യൂ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചുകൊണ്ട്, അതുകൊണ്ട് ഇത് അടിയന്തരമായിട്ട് ഈ കാര്യത്തിനകത്ത് തീരുമാനം എടുക്കണമെന്ന് ഇന്റർവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ഇന്റർവ്യൂ ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞു, ഇത് നിങ്ങളുടെ സംസ്ഥാനവും യൂണിയനും തമ്മിൽ ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്ത് ഇങ്ങനെ തർക്കമുണ്ടാവുന്നതല്ല ശരി, നിങ്ങൾക്ക് ഇത് സംസാരിച്ചു തീർത്തുകൂടെ, പരിഹരിച്ചുകൂടെ? കേരളത്തിന്റെ പ്രതിനിധി വക്കീലൊപ്പം തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കേന്ദ്രം അന്നേരം പറഞ്ഞില്ല, ഉച്ചയ്ക്ക് പറയാമെന്ന് പറഞ്ഞു. ഉച്ച സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ ഉച്ച സമയത്ത്, അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി ഉച്ച സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ചർച്ച തീരുമാനിച്ചു. നമ്മുടെ ടീം പോകുന്നതിനെ പറ്റി ആലോചിച്ചു. ധനകാര്യ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിന്റെ ഡെലിഗേഷൻ പോകാൻ തീരുമാനിച്ചു. 3-4 പേരാണ്, 3 ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പേരില്ല.
കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്രട്ടറി, അവർ തീരുമാനിച്ച കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറി എന്ന നിലത്തിലാണ് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റിന്റെ ഫൈനാൻസ് സെക്രട്ടറി, അതുപോലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള ആളുകളാണ്, പിന്നെ അറ്റോർണി ജനറൽ അടക്കമുള്ള ആളുകളാണ്. ചർച്ച നടന്നു. ചർച്ചയിലെടുത്ത നിലപാട് അന്ന് ഡൽഹിയിൽ പത്രക്കാരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആശാവഹമായ ഒരു നിലപാടല്ല, പോസിറ്റീവ് അല്ല. എന്നാൽ കോടതി കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി അധികം കാര്യങ്ങൾ പറയുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യുമായിരിക്കും. അതുകൊണ്ട് ഏതായാലും നമ്മൾ നിരാശാജനകമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും പോസിറ്റീവ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനടുത്ത ദിവസം അതിന്റെ മിനിസ് വന്നു. അവര് മീറ്റിംഗിന്, ഞങ്ങൾ മീറ്റിംഗിൽ പങ്കെടുത്തതിന്റെ മിനിസ് എല്ലാം വന്നു. ഈ മിനിസ് ഇതിനകത്ത് അഭിപ്രായം ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മുമ്പാകെ കൊടുക്കണമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അത് വന്നത്. അവിടെ അഭിപ്രായം പറഞ്ഞപ്പോ ഇന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ പറഞ്ഞത്. കേരളത്തിന് ഇവ നിലവിൽ തരാനുള്ള കുറെ പണമുണ്ട്. അത് സ്വാഭാവികമായും കിട്ടേണ്ട പണമാണ് സംസ്ഥാനത്തിന്. അത് ഏകദേശം 13,000 ശതമാനം കൂടി വരും. ഞങ്ങൾ ഈ പണം തരേണ്ടതാണ്, അറൈവ് ചെയ്തു കണക്കിൽ. പക്ഷെ ആ പണം തരണമെങ്കിൽ നിങ്ങൾ ഈ സ്യൂട്ട് പിൻവലിക്കണം. ഇതാണ് സമീപനം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ ഈ കാര്യം പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് ഞങ്ങൾ പണം കൊടുക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ. പണം കൊടുക്കാം, പക്ഷെ അത് ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണം ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, സ്യൂട്ട് പിൻവലിച്ചാലും. സത്യത്തിൽ അങ്ങേയറ്റം ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരു നിലപാടാണ് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ അവകാശങ്ങൾ പലതുണ്ട്. വ്യക്തിപരമായ അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. അതിന് കോടതി പോവുക എന്ന് പറയുന്നത് നിയമപരമായ ഒരു അവകാശമാണ്, ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. ഇവിടെ വളരെ അത്യപൂർവമായിട്ടാണ് യൂണിയനും സ്റ്റേറ്റും തമ്മിൽ ഇത്തരം ഒരു കോടതി വരെ പോകുന്ന തർക്കം ഉണ്ടാകുന്നത്. കേവലം കോടതിയിലേക്ക് ആദ്യം പോയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഭരണപരമായിട്ട് ഈ കാര്യങ്ങൾ എഴുതി, കേരളത്തിലെ നിയമസഭ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, കണക്കുകൾ കൃത്യമായി കൊടുത്തു, പൊളിറ്റിക്കലായി കാര്യം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ അവിടെ പറഞ്ഞത് വീണ്ടും പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് ചില സർക്കുലറും മറ്റുള്ള അതൊക്കെ കൊണ്ട് ഈ കേസ് ഇങ്ങനെ കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ പണം തരേണ്ടതായതുകൊണ്ടാണല്ലോ തരാൻ തീരുമാനിച്ചത്. അതല്ല പ്രത്യേക തന്നെയല്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള പണം ഈ 13,000 ചിലർ അല്ല, വെറുതെ ആവശ്യപ്പെട്ടതല്ല. കേരളത്തിന് വിവിധ ഇനങ്ങളിൽ കട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 14ാം ധനകാര്യ കമ്മീഷന്റെയും 15ാം ധനകാര്യ കമ്മീഷന്റെയും ഒക്കെ കണക്കുകളും കാര്യങ്ങളും കോടതി പറഞ്ഞിട്ടുണ്ട്. 14ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് ഉള്ള കാര്യങ്ങളും 15ാം ധനകാര്യ കമ്മീഷന്റെ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കേരളത്തിന് ഏകദേശം 25,000 കോടിയോളം രൂപ കിട്ടാനുള്ളതുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വാദം നടക്കുന്നവരൊക്കെ ചോദിച്ചപ്പോ ഈ 13,000 കോടി അതാണോ? അല്ല. 13,000 കോടി സാധാരണഗതിയിൽ നമ്മൾ പെറ്റീഷൻ കൊടുത്തില്ല, ഈ കേസ് വന്നില്ലെങ്കിൽ ഇപ്പോ കിട്ടേണ്ട റീപ്ലേസ്മെന്റ് ലോൺ 2,000 കോടി, പവർ സെക്ടറിൽ കഴിഞ്ഞ വർഷം അതിനങ്ങേ വർഷമൊക്കെ കിട്ടിയ പവർ സെക്ടറിൽ കിട്ടേണ്ട ഏകദേശം 5,000 കോടി രൂപ കിട്ടിയതാണ്. അതിപ്പോ കിട്ടേണ്ടതാണ്. പിന്നീട് നമ്മുടെ ട്രഷറിയിൽ നിന്ന് പണം നമ്മളെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. 13,000 കോടി, 13,500 കോടിയിലധികം നിങ്ങൾ എടുക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക്. ഞങ്ങൾ 6,000 എടുത്തിട്ടുള്ളൂ. എജിയുടെ കണക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 9,500 എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് ബാക്കി കിട്ടാമല്ലോ. ആ ചെലവാക്കാത്ത പണം, ആ പണം വേണം. ഈ പണവും അതുപോലെ മറ്റ് കിട്ടാനുള്ള ചില പണവും ചേർത്താണ് അവർ 13,000 പറയുന്നത്. ഇത് ഒരു പെറ്റീഷൻ കൊടുത്തില്ലെങ്കിലും ഒരു കേസ് കൊടുത്തില്ലെങ്കിലും എന്തായാലും കിട്ടേണ്ടതാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഈ പെറ്റീഷൻ കൊടുത്തു, സ്യൂട്ട് കൊടുത്തു, അതുകൊണ്ട് നിങ്ങൾ സ്യൂട്ട് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതെന്നില്ല എന്ന്. അത് അങ്ങേറ്റ ഒരുമാതിരി ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പ്രഷർ ചെലുത്തി നിങ്ങൾ കൊടുത്ത പെറ്റീഷൻ പിൻവലിക്കാൻ പറയുന്ന ഒരു നിർബന്ധ അവസ്ഥയിലേക്ക് എത്തിക്കുക. ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിലപാടാണ് നിൽക്കുന്നത്. ഇവിടെ ഇത് ഞാൻ പറയുന്നത് ഇന്നലെ കോടതിയിൽ വന്ന കാര്യങ്ങൾ ഇനിഷ്യലി കിട്ടിയ വിവരം വെച്ചിട്ടാണ് ഞാൻ പ്രിലിമിനറി ആയിട്ട് ഇന്നലെ പറയാൻ പറഞ്ഞു. ഇവിടെ ഇത് ഒരു കാര്യമുണ്ട്, യൂണിയൻ ഗവൺമെന്റിന് കേരളത്തിന് ഇത്രയും തരാനുണ്ട് എന്നുള്ള പണത്തിന്റെ കാര്യത്തിൽ അവരെ കണക്ക് അംഗീകരിച്ചു. സാധാരണ രീതിയിൽ തരേണ്ടതാണ്. പക്ഷെ സാധാരണ രീതിയിൽ തരേണ്ടത് ഞങ്ങളുടെ വക്കീൽ അവിടെ പറഞ്ഞു, ഇത് ഒരു എലിജിബിൾ ആയിട്ടുള്ള പണമാണ്, കിട്ടേണ്ടതാണ്, അതിനകത്ത് കണക്ട് ചെയ്യുന്ന കാര്യമില്ല. പക്ഷെ കേസ് പിൻവലിച്ചാലേ തരൂ എന്ന് പറഞ്ഞാൽ കേസ് ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുന്നതിന് യൂണിയൻ ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുള്ള അർത്ഥമാണല്ലോ. കേസിനകത്ത് എന്തൊക്കെ കാര്യമുണ്ട്, അതുകൊണ്ട് കേസ് പിൻവലിക്കണം. കേസിനകത്ത് പറയുന്നതിനകത്ത് അടിസ്ഥാനമുണ്ട്. ഇപ്പൊ കേസ് നടത്തുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനർത്ഥം എന്താ? സാധാരണ
നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾ അവരുടെ കൂലിയുടെ കാര്യത്തിന് സമരം ചെയ്യുന്നു, നോട്ടീസ് കൊടുത്തു, ലേബർ ഓഫീസിൽ നോട്ടീസ് കൊടുത്തു, ഞങ്ങൾക്ക് കിട്ടുന്ന പണം കിട്ടുന്നില്ല. തൊഴിലാളികൾക്ക് മാസം തോറും ശമ്പളം കിട്ടിയില്ലേ ബുദ്ധിമുട്ടാവും. അപ്പൊ മാനവേല് മക്കൾ മുഷ്ടിക്കാരനായ മാനവേല് പറയാ, നിനക്ക് ഈ മാസത്തെ ശമ്പളം തരണമെങ്കിൽ നീ കൊടുത്ത ലേബർ കമ്മീഷനോട് കൊടുത്ത പരാതി പിൻവലിക്കണം. എല്ലാം പിൻവലിച്ചാലേ തരൂ എന്ന് പറയുന്നത് സാധാരണ ഇതാണോ? ഇതൊക്കെ ചെറിയ ഉദാഹരണമാണ്. അപ്പൊ മക്കളെ മുഷ്ടി കാണിക്കുക ഒരു സംസ്ഥാനത്തിന് നേരെ. കാരണം അവർക്കറിയാം മാർച്ച് മാസമാണ്, ഫെബ്രുവരി മാസമാണ്. ഓരോ മാസവും കിട്ടേണ്ട പണം, അതിന്റെ കൃത്യമായ അളവിൽ നമുക്ക് കിട്ടേണ്ട പണം, നമുക്ക് ഈ പണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എവിടുന്നേലും തരുന്നതല്ല, സംസ്ഥാനം കളക്ട് ചെയ്ത ടാക്സിന്റെ വിഹിതമാണ് നേരത്തെ പറഞ്ഞ തർക്കങ്ങൾ. ഇത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ടിട്ടുള്ള ബോറോയിങ് ആണ്. അത് ഇന്ത്യ ഗവൺമെന്റിനും യൂണിയൻ ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും എടുക്കാൻ പറ്റുന്ന പണത്തിന് ലിമിറ്റുകളുണ്ട്, കണക്കുകളുണ്ട്. 3% GSTP നമ്മുടെ ആകെ ആഭ്യന്തര വരുമാനത്തിന്റെ 3% നമുക്ക് എടുക്കാം, 0.5% പവർ സെക്ടർ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കണക്ക്. കഴിഞ്ഞ വർഷം 2.4 എടുക്കാൻ സംബന്ധിച്ചുള്ളൂ. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്തേക്കുന്ന കഴിഞ്ഞ വർഷം 6.4 ആണ്, പിന്നെ 6.1 ആയി, ഇപ്പൊ 5.8 ആണ്. കേരളത്തിന്റെ ഇരട്ടി, മറ്റു സംസ്ഥാനങ്ങളുടെ ഇരട്ടിയാണ് എടുക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ ഈ കാര്യം പറയുമ്പോൾ കിട്ടേണ്ട ആ ലിമിറ്റിന്റെ അകത്ത് തന്നെ എടുക്കാനായിട്ടുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ തരണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ആ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാം പിൻവലിച്ചിട്ട് വന്നാലേ തരും. കാരണം മാർച്ച് മാസമാണ്, ഫെബ്രുവരി മാസമാണ്, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ധാരാളം പേയ്മെന്റ് വരുന്ന സമയമാണ്. അതുകൊണ്ട് ഇത് ശ്വാസം പൊട്ടിച്ചിട്ട് ഈ കരാറൊക്കെ ഒപ്പിടിക്കുമല്ലോ, ചില ആളുകളെ കഴുത്തിന് പിടിച്ച് ഞെക്കി, അല്ലെ ആളുകളെ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ ഞാൻ ഇവരെ ശരിയാക്കി തരും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുമാതിരി സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കാത്ത ചില സിനിമാ കഥകളിലൊക്കെ മാത്രം കാണുന്ന ഒരു സംസ്ഥാനത്തെ വെച്ചിട്ട് ഇങ്ങനെ ശ്വാസം പൊട്ടിക്കുന്നത് ശരിയല്ല. അങ്ങനെ നിലപാടാണ് വന്നിരിക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലാണ് ഇക്കാര്യം എന്നുള്ളതുകൊണ്ടാണ് മതി. കോടതി ഇക്കാര്യത്തിനകത്ത് ഭരണഘടനാപരമായി ഓരോ സംസ്ഥാനത്തിന്റെയും യൂണിയന്റെ അവകാശം സംരക്ഷിക്കുന്ന നിലപാട് എടുക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. ഇതിനകത്ത് ഭരണഘടന പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന, ഭരണഘടന അനുസരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ റെമഡി വേണം എന്ന് ഒരു സംസ്ഥാനം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ജുഡീഷ്യൽ റെമഡിയുമായും കോടതി പെറ്റീഷനുമായും പോകാനേ പാടില്ല. അത് പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ നാടിന്റെ ശമ്പളവും നിങ്ങളുടെ ആശുപത്രിയിലെ രോഗികളുടെ ചികിത്സയും നിങ്ങളുടെ സ്കൂളുകളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണവും നിങ്ങളുടെ ഈ നാടിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ഞങ്ങൾ പണം തരില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്, ശ്വാസമുട്ടിക്കലാണ് ജനങ്ങളോടുള്ള. അതുകൊണ്ട് നമുക്കിതൊന്നുമില്ലെങ്കിലും കിട്ടേണ്ട പണം തരണമെങ്കിൽ, നിങ്ങളുടെ ശമ്പളം തരണമെങ്കിൽ, നിങ്ങളുടെ കൂലി തരണമെങ്കിൽ നീ ഒന്നും ഒരു അഭിപ്രായം പറയരുത് എന്ന് പറയുന്ന ചില വളരെ വളരെ ഏകാധിപതികളായിട്ടുള്ള ഒരു മുതലാളിമാരൊക്കെ ഉണ്ട് പഴയ കാലത്ത്. കേരളത്തിലൊന്നും അങ്ങനെ ട്രേഡ് യൂണിയന്റെ രംഗത്ത് പോലും അങ്ങനെ, കാരണം അങ്ങനൊന്നും ജനാധിപത്യപരമായി നിയമപരമായി സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ഇതാണ് ഇന്ന് വന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് യൂണിയന്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ഈ നിലപാട് ഇത്രയും സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഈ സമയം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനകത്ത് ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ 6 തീയതികളിൽ നിർബന്ധമായി കേൾക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കാരണം ഈ മാർച്ച് മാസത്തിന്റെ ടെൻഷനും പ്രഷറും നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ ട്രഷറിയും അടച്ചുപൂട്ടി ഇതൊന്നും കൊടുക്കാൻ പറ്റാതെ ഒക്കെ ആക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു സ്പിരിറ്റിൽ കേരളത്തിലെ ജനങ്ങളോട് പറയണം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങള് കേരളത്തിന്റെ മാത്രമായി തനതായ ഒരു നിലപാടൊന്നും എടുത്തിട്ടില്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രശ്നമാണ്. അതിനകത്ത് തങ്ങളുടെ കയ്യിലാണ് ഈ അധികാരം, അതിന്റെ പണം, അതിന്റെ പൊതുകാര്യങ്ങൾ എടുക്കാനുള്ള അധികാരം എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ന്യായമായ അവകാശത്തെ പോലും ഹനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്ന ഓരോ അവസ്ഥ വന്നിരിക്കുന്നു. അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. എന്നിട്ട് കോടതിയിലെ ഇതിന്റെ ഭാഗമായി പല വാദങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട് കുറച്ച് സമയത്ത്. അതൊക്കെ വിശദമായ പിന്നിൽ ചർച്ച ചെയ്യുമായിരിക്കും. എന്തായാലും ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ കേരളത്തെ ഒരുമാതിരി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളവും നിങ്ങളുടെ ട്രഷറിയും ഒക്കെ കൂട്ടും എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലെ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് പറയാനാണ്. അതിനകത്ത് ഈ കാര്യം ജനുവിനായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് പോകേണ്ടതുണ്ട്. എന്തായാലും നിയമപരമായി കാര്യത്തിനകത്ത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ ന്യായമായി കാര്യങ്ങൾ പരിശോധിച്ച് കാര്യങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി മാർച്ച് മാസം 6 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാസത്തിന്റെ ഇപ്പൊ തന്നെ വല്ലാത്ത സ്ഥിതി നമുക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. കിട്ടുന്ന ഇത് നേരത്തെ എടുക്കാൻ പറ്റില്ല. മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ ശമ്പളമൊക്കെ ആദ്യ സമയമാണ്, ബാക്കി കാര്യങ്ങളെല്ലാം വരുന്ന സമയത്താണ് ചെയ്യുന്നത്. പിന്നെ മാർച്ച് മാസത്തിലാണല്ലോ ഈ പേയ്മെന്റ് എല്ലാം വരുന്ന ഒരു മാസം, അതാണ് ചെയ്യുന്നത്. അത്രയും ഗൗരവതരമാണ്. ഇന്ന് വരെ രാജ്യത്തുണ്ടാവാത്ത തരത്തിലേക്കുള്ള വലിയ
പിന്നെ അധികാരം വല്ലാതെ ദുരുപയോഗപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളുടെ അവകാശം പോലും ഈ തരത്തിൽ പിടിച്ചു വെക്കുന്ന ഒരു സമീപനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് പറയാൻ വെച്ചത്. നിങ്ങൾ ആ തരത്തിൽ അറിയണമല്ലോ. ചില യോഗത്തിൽ നിന്നുകൊണ്ട് 13,200 കോടി അവർ തരാമെന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ അതിനെപ്പറ്റി ഒന്നും പറയാത്ത? 13,200 കോടി ഉണ്ടെങ്കിൽ മേടിച്ചാൽ പോലെ. ഈ കേസൊന്നും പോയില്ലെങ്കിൽ കിട്ടേണ്ട പണമാണിത്. കേസിന് പോയതുകൊണ്ട് കേസിന് പോയതുകൊണ്ട് ആ പണം നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് തരണമെങ്കിൽ കേസ് പിൻവലിക്കണം. നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ടത് തരണമെങ്കിൽ പോലും കേസ് പിൻവലിക്കണം എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അങ്ങനൊരു ആ പണം കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നുള്ളതാണ് മറ്റു വിശദമായ കണക്കുകൾ കൊടുത്തിട്ട് ഈ കാര്യം നടക്കുന്നത്. നിങ്ങളെ കേസുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഇനി സുപ്രീം കോടതിയുടെ വിധിയല്ലാതെ വേറെ ടോക്കിനുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ടോ? ഇന്നലെ വീണ്ടും ഈ ടോക്കിനെ പറ്റി വന്നു. ഞങ്ങൾ ഏത് സമയത്തും ടോക്കിനൊക്കെ തയ്യാറാണ്. പക്ഷെ പ്രശ്നം ടോക്കല്ല. കേന്ദ്ര ഗവൺമെന്റ് ആദ്യം തന്നെ ടോക്കൻ തയ്യാറായിരുന്നില്ല. രണ്ടാമത് അവര് അവിടെ പറഞ്ഞെന്താ, മിനിസ്റ്റർ ഉണ്ടാക്കി ഇത് പിൻവലിച്ചോണം, ഇത് ഒപ്പിടണം, എന്നായി പൈസ തരാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന് ആ തരത്തിലാണല്ലോ. ഇത് കേസ് പിൻവലിച്ചാലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെന്ത് ടോക്കാണ്? നിങ്ങളൊരു കാര്യം ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇന്ന ജനുവിനായ റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കോടതി പെറ്റീഷൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പെറ്റീഷൻ പിൻവലിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന പോലെ പിന്നെ ടോക്ക് നടത്തുന്നതിന് ഞങ്ങൾ ഒരു സമയത്ത് വരില്ല. അതുകൊണ്ടാണല്ലോ ബഡ്ജറ്റ് സെഷനിടയിൽ ബഡ്ജറ്റിന്റെ മറുപടി പറയുന്ന ദിവസം ഇങ്ങനൊരു ആവശ്യം വന്നപ്പോ ഫിനാൻസ് ബില്ലും അപ്രോപ്രിയേഷൻ ബില്ലും ഓട്ടോൺ അക്കൗണ്ടിന്റെ പാസാക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി ആ കാര്യങ്ങൾ ഇവിടെ ഏൽപ്പിച്ച് സഭയിൽ നിന്ന് അനുവാദം മേടിച്ച് സ്പീക്കറുടെ അനുവാദം മേടിച്ച് മറ്റു ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. അത്രയും ഗൗരവത്തോടാണ് നമ്മൾ ടോക്കനെ കാണുന്നത്. ഇതൊരു സംസ്ഥാനത്തെ ജനങ്ങളുടെയും സംസ്ഥാനത്തിന്റെ അവകാശം എന്ന നിലയിൽ ഉള്ളതാണ് പ്രശ്നം. യൂണിയൻ സംസ്ഥാനം തമ്മിലുള്ള തർക്കം ഉണ്ടാക്കി പോകണമെന്ന് നമുക്ക് കാര്യമില്ല. നമുക്കങ്ങനെ ആഗ്രഹമില്ല. കാര്യം ന്യായമായ ഒരു കാര്യമാണ് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രശ്നം പറയുന്നുണ്ട്. അത് ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് കാണുന്നില്ല എന്ന് മാത്രമല്ല കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ ദുർബലപ്പെടുത്താനും ഒരു സംസ്ഥാനത്തിനും അങ്ങനെ ഒരു അവകാശമില്ല എന്ന് വരുത്തി തീർക്കാനും ഭരണഘടനയെ ഞങ്ങൾ അല്പം പോലും അംഗീകരിക്കുന്നില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നു എന്ന് തോന്നിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. ഇന്ന് വരെ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് നേരിടേണ്ടി വരാത്ത, ഒരു സ്ഥലത്ത് ഒരു യൂണിയൻ ഗവൺമെന്റ് ചെയ്യാത്തൊരു സമീപനമാണ്. അത് ഏറ്റവും നന്നായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നടത്തുന്നു. പക്ഷെ ഈ കാര്യം ഇവിടെ പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഈ കാര്യം പറയുന്നതാണ്.